തിരുവനന്തപുരം മണ്ണന്തലയ്ക്ക് സമീപം കേരളാതിപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 400 മീറ്റർ മാറി നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിൽ 4.25 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയുള്ളത്. ഇതിൻ്റെ തടിപ്പണികൾക്കൊക്കെ തേക്കും തടിയും പ്ലാവിൻ തടിയുമാണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ മണ്ണന്തലയിൽ നിന്ന് വരുമ്പോഴത്തേക്കും കേരളാതിപുരം ജംഗ്ഷൻ, അവിടെ നിന്ന് ഇടത്തേക്കുള്ള റോഡ് തിരിയുക. അങ്ങനെ കുറച്ച് ദൂരം വരുമ്പോൾ ഒരു പാലം വരും. ആ പാലം കഴിഞ്ഞ ഉടൻ തന്നെ ഇടത്തോട്ട് ശിവജി റോഡെന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ആ റോഡ് കുറച്ച് ദൂരം ഒന്ന് മുന്നോട്ട് വരുമ്പോൾ ഇടതുവശത്തായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാം. കേരളാതിപുരം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരേക്കും 400 മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ മുൻവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഇനി അതല്ല ഒരു വണ്ടിയും കൂടെ കയറ്റി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കയറ്റി പാർക്ക് ചെയ്യാം. ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് വരുന്നത്. ഇവിടെ ആയിട്ട് ചെറിയൊരു ഗാർഡനൊക്കെ ചെയ്യാനുള്ള സ്പേസ് അങ്ങനെ വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് ഇവിടെ ആയിട്ട് തുണി നനയ്ക്കാനുള്ള കല്ല് സൗകര്യങ്ങൾ, ഇവിടെ ആയിട്ടും ചെടി വയ്ക്കാനായിട്ട് അവിടെ ആയിട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ വീടിനുള്ളിലേക്ക് കയറാൻ ഈ ഭാഗത്തുനിന്ന് വേറൊരു ഗേറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ വെച്ചാൽ കാറ് കയറ്റാനായിട്ട് ആ ഗേറ്റും അല്ലാണ്ട് നമുക്ക് ഈ ഒരു ഗേറ്റും ഉപയോഗപ്പെടുത്താം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു വരാന്ത സ്പേസ് വരുന്നത്. മുൻവശത്ത് ഈ രീതിയിൽ ഒരു വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ തേക്കും തടിയിലാണ് നമുക്ക് ഈ കാണുന്ന വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. കട്ടളയായാലും വാതിലായാലും എല്ലാം തന്നെ തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മുൻവശത്തെ ഈ ഫേസ് ചെയ്യുന്ന ജനലുകളിലും എല്ലാം തന്നെ തേക്കും തടിയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് കാണാം. അവിടെ നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഡൈനിങ്ങിലേക്ക് നമുക്ക് ഈ രീതിയിലൊരു പാർട്ടിഷൻ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരിക. വാഷ് ബേസിനെല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ കിച്ചണിലേക്ക് പോവാം. കിച്ചണിലാണെങ്കിൽ ചിമ്മിനി, ഹോബ് എല്ലാ സാധനവും ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമുക്കിതാ ഈ കാണുന്ന മോഡലാ കിച്ചൻ്റെ വർക്കെല്ലാം തന്നെ തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. തേക്കും തടിയിലാണ് നമുക്കിതിൻ്റെ അടിയിലേക്കുള്ള ഈ കാണുന്ന വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഇതുപോലെ സ്ലാബ് ചെയ്തതിന് ശേഷം അടച്ചിട്ടെടുത്തിരിക്കുവാണ്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് കാണാം. അല്ലാണ്ട് സ്ലാബ് ചെയ്ത് മേളിലേക്കും സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോർ ഏരിയയും കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാം. അതായത് വീടിൻ്റെ സൈഡിലൂടെ ഇറങ്ങി ബാക്ക് യാർഡിലേക്ക് പോകാവുന്നതാണ്. ഇനി ഒരു വർക്ക് ഏരിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതിനുള്ള സ്ഥലം കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ അടിയിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയധികം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിലെല്ലാം തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. കമോഡെല്ലാം വരുന്നത് ജാഗ്വാർ ആണ്. വാഷ് ബേസിനൊക്കെ വരുന്നത് എസ്കോ പോലെ ജാഗ്വാറിൻ്റെ ബ്രാൻഡ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഹീറ്റർ എല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു കോമൺ സ്പേസ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ TV യൂണിറ്റ് വെക്കാൻ സാധിക്കും. താഴത്തെ നിലയിൽ കണ്ട അതേ രീതിയിലുള്ളൊരു ബെഡ്റൂമാണ് ഈ ഭാഗത്തായിട്ട് വരുന്നത്. അതേ കണക്ക് തന്നെ കബോർഡ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിനുള്ള വർക്കുകളും ബാത്റൂമും എല്ലാം തന്നെ സെയിം ആണ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ഡിസൈനാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതിനും കബോർഡും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലർ ഫിറ്റിങ്സ് ആണ്. പിന്നെ നമുക്കല്ലാണ്ട് ഒരു ചെറിയൊരു ബെഡ്റൂം കൂടെ ഉണ്ട്. ഇപ്പോൾ സാധാരണ ഗതിയിൽ ഒരു ഓപ്പൺ ടെറസ് കൊടുക്കുന്നതിന് പകരം അവർ അതിനെ ഒരു റൂമാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇത് വേണമെങ്കിൽ ഒരു കിഡ്സ് ബെഡ്റൂം ആയിട്ടോ ഇനി അതല്ല ഒരു സ്റ്റഡി റൂമായിട്ടോ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താം. ഇവിടെ ഒരു വർക്ക് ടേബിളും ബുക്കൊക്കെ വെക്കാനുള്ള ഷെൽഫും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രകാശം വരുന്ന രീതിയിലാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ വലിയ ജനലുകളും ഇങ്ങനെ ഒരു സ്റ്റീൽ സെക്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് എക്സ്ട്രാ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്ക് പോകാനായിട്ട് മേളിൽ ചെന്ന് ഒരു ടവർ റൂം കെട്ടി നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്ക് എൻട്രി വരും. നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് പിന്നീട് ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് വരും. ഇവിടെ എല്ലാം തന്നെ തേക്കിലാണ് നമുക്ക് ഈ ഡോറെല്ലാം ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തും ഒരു വുഡൻ തീമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള വിഷ്വൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ അയൽവാസികളായിട്ട് വരുന്നത്. പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. നമുക്ക് ഈ പ്രോപ്പർട്ടി ചോദിച്ചിട്ടുള്ള വില 90 ലക്ഷം രൂപയാണ്. ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച 4.25 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടാണ്. ഇവിടെ നമുക്ക് നാലാഞ്ചിറ ഈസിലി കയറാം. ഈ മുന്നിലൂടെ കാണുന്ന വഴിയെ നമുക്ക് കരിയം, അതുവഴി ശ്രീകാര്യം കയറാം. ഇടവക്കോട് സൈഡിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാം. ഇടവക്കോട് ലേക്കോൾ ചെമ്പ സ്കൂളൊക്കെ ഈസി ആക്സസ് ആണ്. അതുപോലെ തന്നെ മാർവേനീസ് സ്കൂള് അല്ലെങ്കിൽ കോളേജ് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എത്താവുന്ന രീതിയിലുള്ള ലൊക്കേഷൻ. ഇനി അതല്ല മണ്ണന്തല സെൻറ് തോമസ് സ്കൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ചെന്നെത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ മണ്ണന്തല കേരളാതിപുരം റോഡിൻ്റെ വൈഡനിങ് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നല്ല ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിക്കാം. ഉദ്ദേശിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള ഒരു നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ വീടിന് ചുറ്റിലും ഓൾറെഡി CCTV ഇൻസ്റ്റാൾഡ് ആണ്. ഹിക്വിഷൻ്റെ CCTV ക്യാമറാസ് ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നൽകിയിട്ടുണ്ട്.
മതി.